അപ്പൊ നമ്മൾ ദുർബലരാണ് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലും പറയില്ലേ, നമ്മൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ, നമ്മൾ പാവപ്പെട്ടവരായി പോയില്ലേ, നമ്മൾ ഒന്നിനും പറ്റാത്തവരായി പോയില്ലേ, നമ്മളൊക്കെ കഷ്ടപ്പെട്ടു പോവല്ലേ, നമ്മൾ ദുർബലരാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ്. റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ശക്തരല്ലേ? പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളുമുള്ള അള്ളാഹു വിജയം കൊടുത്തത്, വിജയം പ്രഖ്യാപിച്ചതും അത് വാഗ്ദാനം ചെയ്തതും മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഹിനൂ, നിങ്ങളാരും നിസ്സാരന്മാരായി പോകരുത്. നിങ്ങൾ നിസ്സാരന്മാരായി പോകരുത്, വിലയില്ലാത്തവരാകരുത്. നിങ്ങൾക്ക് വിലയില്ലാത്തവരാകേണ്ടി വരികയില്ലല്ലോ. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. വഅൻതുമുൽ അലൗൻ, എല്ലാ വിഭാഗങ്ങളെക്കാളും നിങ്ങളാണ് മീതയുള്ളത്. ഒരൊറ്റ കണ്ടീഷൻ, ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും മീതയാണല്ലോ. സമ്പത്തുണ്ടെങ്കിൽ, ആയുധമുണ്ടെങ്കിൽ ഇതൊന്നുമല്ല. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും മീതയാണ്. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ദുർബലരാണ് എന്ന് പറയുന്നത്? നിങ്ങൾ ദുർബലരല്ലല്ലോ. ഒരു MLA നമ്പർ കയ്യിലുണ്ടെങ്കിൽ വരെ എന്താ ഓരോരുത്തരെ നിലവിലും. അപ്പൊ MLA എടുത്തിട്ടുണ്ടാവില്ല ഫോണ്. പക്ഷെ എന്നാലും പറഞ്ഞ അടുത്ത നമ്പർ ഉണ്ട്, ആ കുഞ്ഞിന്റെ സ്വന്തം ആളാന്നൊക്കെ പറയുമ്പോ ഒരു ഗഡ്സ് അല്ലേ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാ പേടിക്കേണ്ടത്? പരിപൂർണതയുടെ എല്ലാ സിഫാത്തുകളും ഉള്ളവനാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിന്റെ മുത്ലഖായ അള്ളാഹുവിന്റെ ഖളാഇന്റെ മുമ്പിൽ ഒരു പാവയെ പോലെ ഞാനങ്ങ് നിന്നുകൊടുത്താൽ മതി. എൻ്റെ ഖൽബ് അള്ളാഹുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എന്തൊരു അർത്ഥമായിരിക്കും? അതല്ലേ ശരിയായ ജീവിതം? അപ്പോഴല്ലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് മെഹബൂബായ അള്ളാഹുവിന് മനസ്സ് കൊടുത്തുകൊണ്ടാണ്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൽബ് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് വാജിദായ സുബ്ഹാനയുടെ ആ ഒരു ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നത്.